ആ മജ്ലിസിൽ മഹാനായ KP അബൂബക്കർ ഹസ്രത്ത് തുവ്വലല്ലാഹു ഉംറ മഹാനുഭാവനുണ്ട്. ഇന്ന് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റാണ്. ആ മഹാനുഭാവനും കുളപ്പുറം ഉസ്താദുമുള്ള പരിപാടി, ആ പരിപാടിയിൽ കുളപ്പുറം ഉസ്താദിന്റെ താഴെയായിട്ട് ആരുടെ പേര് കൊടുത്തു? KP ഉസ്താദിന്റെ പേര് കൊടുത്തു. കുളപ്പുറം ഉസ്താദ് എഴുന്നേറ്റ് നിന്നിട്ട് അവിടെ കൂടിയ പണ്ഡിതന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് ദേഷ്യത്തോടെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആ മഹാനുഭാവൻ പറയാണ്, ആരാണ് പറഞ്ഞത് എന്റെ പേരിന്റെ താഴെ KP ഉസ്താദിന്റെ പേരെഴുതാൻ? ആരാ നിങ്ങളോട് പറഞ്ഞത്? കാരണം ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാനുഭാവനാണ് KP അബൂബക്കർ ഹസ്രത്ത്. ആ മഹാനുഭാവന്റെ പേര് എന്റെ പേരിന്റെ താഴെ ആരാ കൊണ്ടുവച്ചേ എന്ന് ചോദിച്ച മഹാനായ കുളപ്പുറം ഉസ്താദ്, ആ ഉസ്താദ് ആ മഹാനുഭാവന്റെ ആ ഒരു പദവി തിരിച്ചറിഞ്ഞു. KP ഉസ്താദ് ഒരു സാധനത്തിന് ഫത്വ തന്നു. അബൂബക്കർ ഉസ്താദ് KP അബൂബക്കർ ഹസ്രത്ത് ഒരു കാര്യത്തിന് ഫത്വ തന്നു. നിങ്ങൾക്കിനി അതിനെതിരെ ഫത്വ കിട്ടണമെങ്കിൽ KP ഉസ്താദ് ഫത്വ തന്നിട്ടില്ല എന്ന് അവരുടെ മുമ്പിൽ പറയേണ്ടി വരും. KP ഉസ്താദിന്റെ ഫത്വയെ മറച്ചു വെച്ചിട്ട് നിങ്ങൾ ചോദിക്കാൻ പറ്റൂ? KP ഉസ്താദ് ഒരു കാര്യത്തിന് ഫത്വ തന്നു എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ ഏത് സംഘടനയുടെ പണ്ഡിതന്മാരുടെ മുമ്പിൽ ചെന്നാലും KP ഉസ്താദ് ഒരു കാര്യത്തിന് ഫത്വ തന്നിട്ടുണ്ട്, ആ ഫത്വ ഇന്നതാണ് എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറയും, അതിനപ്പുറം ഒരു ഫത്വ പറയാൻ ഇത് ഞങ്ങൾ അർഹരല്ല എന്ന് ഏത് പണ്ഡിതനും പറയും. അത്രത്തോളം സ്വീകാര്യതയുള്ള മഹാനുഭാവനാണ്